ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണ്ണിയപ്പമാണ്. വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നമുക്ക് കാണാം. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് ആദ്യമായിട്ട് വേണ്ടത് ചെറിയ പഴമാണ്. ഇവിടെ 8 ചെറിയ പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ചെറിയ പഴമാണ് നല്ലത്. അത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അങ്ങനെ ചെറിയ പഴം നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ടാണ് ഉടച്ചെടുത്തത്. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. നമുക്കതിലേക്ക് ചേർക്കേണ്ടത് 2 കപ്പ് പുട്ടിൻ്റെ പൊടിയാണ്. 2 കപ്പ് പുട്ടിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് 1/2 കപ്പ് മൈദപ്പൊടി. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയും കൂടി എടുത്തു കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ½ ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ശർക്കരപ്പാനി. 750 ഗ്രാം ശർക്കരയുടെ പാനിയാണിത്. ഇത് കുറച്ച് ഒഴിച്ച് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ശർക്കര പാനിയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഉണ്ണിയപ്പം. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഇതൊന്നും കൂടെ തിക്നെസ് ആക്കി വരും. അപ്പോൾ നമ്മൾ ശർക്കര പാനി ഒഴിക്കുമ്പോൾ തന്നെ കുറച്ച് ലൂസായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ടതാണ് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം. നമുക്ക് എത്രയാണോ തേങ്ങാക്കൊത്ത് ഇടാനുള്ളത് അത്രയും ഇടാം. അങ്ങനെ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. കൂടുതലിട്ടാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ചെഞ്ചട്ടിയിൽ നെയ്യാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മിൽമേൻ്റെ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. അത് ചൂടായതിനു ശേഷം അതിലേക്ക് തേങ്ങാക്കൊത്ത് എടുത്ത് ഒരു കളർ ചേഞ്ച് ആവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നല്ലോണം തിക്കായിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ശർക്കര പാനി അല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ലൂസ് ആക്കണം. കാരണം നമ്മൾ 1 മണിക്കൂർ മാറ്റി വെക്കുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ലൂസാക്കിയിട്ട് നമ്മൾ മാറ്റി വെക്കാം. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഇത് കുറച്ച് കട്ടിയായി തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളത് 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1/2 മണിക്കൂർ മതി. 1 മണിക്കൂർ വെച്ചാൽ കുറച്ചും കൂടെ നന്നാവും. അങ്ങനെ 1 മണിക്കൂറാണ് നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കൂട്ട് വേണ്ടത്. അപ്പോൾ ഇതിനേക്കാളും കൂടുതലായിട്ട് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ശർക്കര പാനി ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയാൽ മതി. ഈ ഒരു തിക്നെസ്സിൽ ഒന്ന് ലൂസാക്കിയാൽ മതി. നമുക്ക് ചെയ്യേണ്ടതാണ് കുയ്യപ്പ ചട്ടിയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം.
നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളൊരു ഈർക്കിൾ ഉപയോഗിച്ചാണ് ഇതിങ്ങനെ തിരിച്ചിടുന്നത്. ഇതൊരു കളറാകുമ്പോഴത്തേക്ക് നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മൾ അടിപൊളി കുയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയൊക്കെ നമുക്ക് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണം.